ഇന്ത്യൻ ജനതയുടെ അഭിമാനവും നമ്മുടെ പ്രിയപ്പെട്ട ആത്മീയ നേതാവും ഞാൻ ഏറ്റവും ഈ ഭൂമിയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ അവർകളെ, ബഹുമാനപ്പെട്ട ബഷീർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി അവർകളെ, മുൻ മന്ത്രിയും എൻ്റെ സഹോദരനുമായ സൂപ്പി അവർകളെ, നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ MESന്റെ പ്രസിഡന്റും മുസ്ലിം സമുദായത്തിന് ഒരു അതുല്യ പ്രതിഭവുമായ ഡോക്ടർ ഫാസിൽ ഗഫൂർ എന്ന അൺബിലീവബിൾ മാൻ അവർകളും, മറ്റ് വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരന്മാർക്കും അസ്സലാമു അലൈക്കും. പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ അള്ളാഹുവിനോടും ഇതിൻ്റെ സംഘാടകരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. എൻ്റെ ഫാദർ മരിച്ച സമയത്ത് എൻ്റെ ഫാദറിൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് ഞാൻ ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ആയിരുന്നു. കാരണം ഞാനൊരു സൗദി അറേബ്യയിൽ 31 വർഷം മുമ്പ് വെറും 10,000 രൂപയ്ക്ക് ലേബർ ക്യാമ്പിൽ 10 മാസം ജോലി ചെയ്ത് സൗദി അറേബ്യയിലും കുവൈറ്റിലും ഖത്തറിലും ബഹ്റൈനിലും 30 വർഷമായി ആതുര സേവനത്തിൽ വന്നപ്പോൾ എൻ്റെ സ്പോൺസർ എൻ്റെ എല്ലാ ബിസിനസ് സാമ്രാജ്യവും പിടിച്ചടക്കി 8 മാസം എന്നെ ജയിലടയിൽ വീട്ടിൽ തടങ്കിൽ വെച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, റബിയുള്ള ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരും. 37ാമത്തെ ദിവസം ആ വലിയ മനുഷ്യനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി അബ്ദുള്ള ബിൻ ജലവി രാജകുമാരന്റെ മാനേജർ ഒരു ദിവസം എൻ്റെ വാതിലിനും മുട്ടി. അങ്ങനെ എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ സൗദി അറേബ്യയിലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും ഹോസ്പിറ്റലും മെഡിക്കൽ സെന്ററിലും ആരംഭിച്ചു. അങ്ങനെ ഇപ്പോൾ ഒമാനിൽ 5 ഹോസ്പിറ്റലും 7 മെഡിക്കൽ സെന്ററിലും വർക്ക് നടക്കുകയാണ്. ഇതെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന അതുല്യ പ്രതിമയ അങ്ങനെ ഒരു മനുഷ്യൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആ വലിയ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞാൻ അഭിനയിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നെറ്റ് പ്രോഫിറ്റ്. ഞാൻ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഏറ്റവും നല്ല മനുഷ്യൻ മുഹമ്മദ് നബി ആയിരുന്നു. മുഹമ്മദ് നബിക്ക് നൽകിയത് വെറും 63 വയസ്സ് മാത്രമാണ് അള്ളാഹു നൽകിയ ആയുസ്. 63 വയസ്സിന് ശേഷം നമുക്ക് നൽകുന്ന ഓരോ ദിവസവും അള്ളാഹുവിന്റെ ബോണസാണ്. അതുകൊണ്ട് മദ്യത്തിനെതിരെ, മയക്കുമതിനെതിരെ, പുകവലിക്കെതിരെ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരും പ്രിയപ്പെട്ട നേതാക്കന്മാരും പത്ര ദൃശ്യ മാധ്യമങ്ങളും ഇന്ന് മുതൽ ദൃഢപ്രതിജ്ഞയോടെ ബോധവൽക്കരണം നടത്തി അടുത്ത ജനറേഷനെങ്കിലും ഇവിടെ മദ്യപാനവും പുകവലിയും മയക്കുമരുന്നും ഇല്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മൾ 20 വർഷം കഴിഞ്ഞാൽ ഞാനൊരു പക്ഷേ ഈ ലോകത്തോട് യാത്ര ചെയ്യും. പക്ഷേ 20 വർഷത്തിന് ശേഷം ഇവിടെ മദ്യപിക്കാത്ത, പുകവലിക്കാത്ത ഒരു ജനറേഷന് വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മൾ പുകവലിച്ചാൽ, നമ്മൾ മദ്യപിച്ചാൽ നമ്മുടെ മക്കളും മദ്യപിക്കും, പുകവലിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി മദ്യത്തിനെതിരെ, പുകവലിക്കെതിരെ ഈ മതപണ്ഡിതന്മാർ
മുന്നോട്ട് വരണമെന്ന് വിനയപൂർവ്വം ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അടുത്ത ജനറേഷനെങ്കിലും കേരളത്തിൽ നല്ലൊരു ജനറേഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും നന്മയും സന്തോഷവും സൗഭാഗ്യങ്ങളും അള്ളാഹു നൽകട്ടെ. അതോടൊപ്പം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വർഷങ്ങളോളം ജനങ്ങളെ സേവിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും അള്ളാഹു നൽകട്ടെ. മാത്രമല്ല, ഞാൻ മരിച്ച ശേഷമേ അദ്ദേഹം മരിക്കാവൂ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അള്ളാഹു എല്ലാവർക്കും നന്മയും സന്തോഷവും സൗഭാഗ്യവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.